നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പുതിയ അതിഥി കൂടി ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു. ഓ നൈസ്. ഞാനെടുത്ത കാര്യം വായ കൊണ്ട് മറുപടി ഇല്ല, പ്രസവിച്ച മറുപടി. കുട്ടി ജനിച്ചിട്ട് ഇപ്പൊ 6 ദിവസം. ആള് പെർഫെക്റ്റ് ആണ്, ഓക്കെ ആണ്, എന്നെ പോലെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവളെ പോലെ ഇവളെ പോലെയല്ല, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, എല്ലാം കൊണ്ട് ഓക്കെയാണ്. കല്യാണം കഴിഞ്ഞു എത്ര മാസമായി? ഇപ്പൊ 7 മാസം. അപ്പൊ പ്രഗ്നന്റ് എത്ര മാസമായി? ഇപ്പൊ 8 മാസം. കല്യാണം കഴിഞ്ഞ 7 മാസം, പ്രഗ്നന്റ് ആയിട്ട് 8 മാസം. നീ ഒരു കുട്ടിയുടെ അമ്മയല്ലേ? അപ്പൊ അതിനെങ്ങനെ പ്രതിരോധിക്കും? അത് ഞാനില്ല ഇപ്പം പ്രതികരിക്കും. ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചില്ല, നേരത്തെ സെറ്റാക്കി വെച്ചതായിരുന്നു. എന്താണ് പ്രൊഡക്റ്റ്? എന്താണ് പ്രൊഡക്റ്റ്? ഒന്നുമല്ല, എന്റെ കുടുംബക്കാർക്കെതിരെ എനിക്കൊരു വീഡിയോ ചെയ്യണം. അടുത്ത ബിഗ് ബോസിൽ നിങ്ങള് ബിഗ് ബോസ് അതൊന്നും ആയിട്ടില്ല, നമ്മള് ഇവിടെ തുടങ്ങുന്നത്ര. ഞാനിവിടെ തന്നെ പറയും ബിഗ് ബോസ് ഓക്കെയാണ്. ഇവർക്ക് സിനിമയിൽ ഇവള് പറയും എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റൂല, കാരണം അറിയില്ല. സിനിമ നിരോധിക്കാൻ വേണ്ടിട്ട് പോവോ? നമ്മളെ വീഡിയോ ചെയ്യരുതെന്ന് പറയുന്നു. അപ്പൊ ഈ സിനിമയിൽ വരുന്ന കോമഡീസ് ഇവർ എന്ത് ചെയ്യും? തിയേറ്ററിൽ പോയിട്ട് പറയും ഇങ്ങനെയുള്ള കോമഡീസ് പറയരുത് എന്ന് പറഞ്ഞിട്ട്. ഇവള് മോശം നമ്മൾ മാത്രമല്ല കാരണക്കാർ, വേറെയും കുറെ ആൾക്കാരുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ വേറെയും കുറെ വീഡിയോസ് ചെയ്യുന്നവരുണ്ട്. അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ വീഡിയോ ബ്ലോക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മളെ സ്കിപ്പ് ചെയ്താൽ മതി. കാരണം നമ്മള് കേരളത്തിൽ അവർ മാത്രമല്ലല്ലോ ജീവിക്കുന്നത്. ഇനി എപ്പോഴെങ്കിലും ഇത് മാറ്റി പിടിച്ചിട്ട് ഭയങ്കര വെജിറ്റേറിയൻ കണ്ടന്റ് ചെയ്യാം, അതായത് അങ്ങനത്തെ റീൽസ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അതായത് നോർമൽ കപ്പിൾ ഫ്രണ്ട്ലി റീൽസ് ഒക്കെ ചെയ്ത് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറാം, അങ്ങനെ ആലോചിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും? അങ്ങനെ നമ്മൾ ആലോചിച്ചിട്ട് അങ്ങനെയല്ല, നമ്മൾക്ക് ഒരു ഡിഫറൻസ് ആയിട്ട് ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കലുണ്ട്. അതായത് നമ്മളിപ്പോ ഞാൻ തന്നെ ലാസ്റ്റ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആടുന്ന ഒരു ഡോക്ടറാണോ എന്താണോ മെഡിക്കൽ റെപ്പാണോ എന്താണെന്ന് അറിയില്ല, ആളൊരു 10-40 വയസ്സുണ്ടാവും ആൾക്ക്. ആളെന്ന് വെച്ചാൽ ഞാൻ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഞാൻ ഈ ജോബൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ റിലാക്സ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ലൊരു ആശ്വാസമാണ് നിങ്ങളെ വീഡിയോസ് കാണുമ്പോൾ. നല്ലൊരു പോസ്റ്റ്, അതായത് ഭയങ്കര കോമഡി, ചിരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു 5-6 ആൾക്കാർ നമ്മളോട് പറഞ്ഞു, ഡയറക്റ്റ് വന്നിട്ട് പറഞ്ഞു, ഡയറക്റ്റ് മെസ്സേജ് അയക്കലുണ്ട്. വേറൊരു സംഭവം ഉണ്ട്, ഇതുവരെ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല ഇതേപോലത്തെ ഒരു കൊളാബ്. ഒരു കൊളാബ് കിട്ടീന്. അതായത് നമ്മളിപ്പോ മെയിൻലി കൊളാബ് കിട്ടാന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രൊമോഷൻ കിട്ടും, ഷോപ്പിന്റെ പ്രൊമോഷൻ, അതായത് പ്രൊഡക്ട്സ് കിട്ടും. ഇത് ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് ഇട്ട് അറിയാം, മോനെ ഞാൻ നിന്റെ ഒരു കുടുംബം, നിനക്ക് എത്ര മണി പൈസ തരാം, എന്റെ 1 മാസത്തെ സാലറി ഞാൻ നിനക്കറിയാം, എനിക്ക് വേണ്ടി ഒരു വീഡിയോ തരണം. ഞാൻ ചേച്ചി പറഞ്ഞോളൂ, എന്താണ് പ്രൊഡക്റ്റ്? എന്താണ് പ്രൊഡക്റ്റ്? ഒന്നുമല്ല, എന്റെ കുടുംബക്കാർക്കെതിരെ എനിക്കൊരു വീഡിയോ ചെയ്യണം. ഞാൻ എന്റെ 1 മാസത്തെ സാലറി എനിക്ക് തരാം, എനിക്ക് കുഴപ്പമില്ല, എന്നെ അത്രക്ക് ഉപദ്രവിക്കുന്നത് എന്റെ കുടുംബക്കാർ, അവർക്കെതിരെ ഒരു വീഡിയോ ചെയ്യും. എനിക്ക് എന്താ ഞാനായിട്ട് എന്റെ ഒരു കൂട്ടുകാരന് മെസ്സേജ്, ആള് അത്യാവശ്യം വീഡിയോസ് ഇടുന്നു. ഞാൻ ചേട്ടാ നിനക്ക് എന്തൊക്കെ പ്രൊമോഷൻസാണ് കിട്ടുന്നത്? ഷോപ്പ് കിട്ടുന്നുണ്ട്. അവർ വേറെ എന്തൊക്കെ കിട്ടുക? ഇങ്ങനെ എന്തെങ്കിലും പ്രൊഡക്റ്റ് മേക്കപ്പ് ഐറ്റംസ്? ഞാൻ വേറെ എന്തൊക്കെ കിട്ടാ? വേറെ ഇതൊക്കെ തന്നെ കിട്ടാൻ. ഞാൻ പറഞ്ഞു വേറെ കിട്ടാത്ത എന്താ ഉള്ളത്? കിട്ടാത്തതൊന്നുമില്ല. ഞാൻ പറഞ്ഞു എനിക്കൊരു സാധനം കിട്ടി, ഇതൊരു കുടുംബക്കാർക്കെതിരെ ഒരു വീഡിയോ ചെയ്യണം, ഇങ്ങനെ പ്രൊമോഷൻ കിട്ടും. അവർ എനിക്കിതുവരെ കിട്ടിയില്ല, ഇത് നിനക്ക് മാത്രം കിട്ടിയതാണ്. ഞാൻ അങ്ങനത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതായത് ജസ്റ്റ് ഒരു കുടുംബക്കാരെ കുറിച്ച് പറയുന്ന വീഡിയോ ആണ്. അപ്പൊ ഈ ചേച്ചി വന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഇമോഷണൽ ആയിട്ടാ പറയുന്നത്. പൈസ ഒന്നും വേണ്ട, കരണ്ടോട്. അപ്പൊ പാവത്തിന് അത്രക്ക് ഉപദ്രവിക്കുന്നുണ്ടാവും ആൾക്കാര്. അതായത് എന്റെ അച്ഛന്റെ ഫാമിലിയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അച്ഛന്റെ അനിയനും ഫാമിലിയും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഒരു വീഡിയോ എനിക്ക് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി മാത്രമാണ്, ജസ്റ്റ് ഒന്ന് അവരെ കാണിച്ചിട്ട് നീ ഒരു വീഡിയോ ആണ്, നിന്റെ വീഡിയോ ഒക്കെ ഞാൻ കാണാനുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര റിലേറ്റ് ആണ്. ഞാൻ സ്റ്റോറി ഇടലുണ്ട്, ഞാനും ഹസ്ബൻഡും കണ്ട് ചിരിക്കലുണ്ട്. ഞാൻ പറഞ്ഞു അതെയാ, ഞാൻ ഒരു പൈസ ഒന്നും വേണ്ട ചേച്ചി, ഞാൻ ഒരു വീഡിയോ ചെയ്ത് തരാം, എനിക്ക് ഇപ്പം കുറച്ച് ഒരു തിരക്കുള്ള സമയമാണ്, ഞാൻ എന്തായാലും ചെയ്തു തരാം. ഒരു 2 ആഴ്ച മുമ്പ് അല്ലേ, 2 ആഴ്ച മുമ്പ് ഞാനിങ്ങനെ ഇതൊക്കെ കൊളാബ് വിട്ടോ. ഞാൻ എൻ്റെ 1 മാസം, ഞാൻ ഇന്നെടുത്ത് വർക്ക് ചെയ്യുന്നതാണ്, എനിക്ക് 1 മാസം ഇത്ര സാലറി ഉണ്ട്, എൻ്റെ ആ ഒരു സാലറി ഞാൻ എനിക്ക് തരാം 1 മാസത്തെ, നീ വീഡിയോ ഗവൺമെന്റ് ജോബാ. ഞാൻ പറഞ്ഞു വേണ്ട ചേച്ചി, എനിക്ക് പൈസ ഒന്നും വേണ്ട, ഞാൻ ഒരു വീഡിയോ ചെയ്യാം, നല്ല കാര്യത്തിന് വേണ്ടിച്ചല്ലേ, കുടുംബക്കാർക്ക് തന്നെയല്ലേ, അപ്പൊ പിന്നെ എനിക്ക് സ്റ്റാറ്റസ് ഇടാലോ, അപ്പൊ എനിക്ക് സ്റ്റാറ്റസ് ഇടാലോ, അപ്പൊ കുഴപ്പമില്ല പറഞ്ഞു. അങ്ങനെയൊക്കെ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേഷൻ ആണല്ലോ, അപ്പൊ ഇതിന്റെ ഒരു ലോഞ്ചിവിറ്റി, ഇത് എത്ര കാലം നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഒരു വരുമാനം എങ്ങനെയായിരിക്കും? ഇത് നമ്മൾ ഈ മൊത്തമായിട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പോൾ പല ആളുകൾക്കും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് പല ആഗ്രഹങ്ങളുണ്ടല്ലോ, ചില ആൾക്കാർക്ക് സിനിമ, ബിഗ് ബോസ്, അങ്ങനെ പല ആഗ്രഹങ്ങളുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ ഭാവി പരിപാടികൾ? ഇതിന് ഇനി ഇതായിട്ട് തന്നെ ലൈഫ് ലോങ് മുന്നോട്ട് പോകാൻ പറ്റും, അങ്ങനെയാണോ വിചാരിക്കുന്നത്? നമ്മള് ആദ്യം എന്ന് പറഞ്ഞാൽ ചുമ്മാ വീഡിയോ ഇട്ട് തുടങ്ങിയതാണ്. അപ്പൊ നമ്മളിങ്ങനെ ആദ്യം ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മള് ഒറ്റ ആഗ്രഹം ലൂക്ക് കിട്ടരുത്, 5000-4000 വ്യൂസ് ആയിട്ട് എന്തായാലും നിർത്തി പോടാന്നുള്ള ലെവലിൽ ആരും പറയാൻ പറ്റരുത്. അപ്പൊ അത്യാവശ്യം വ്യൂസ് ഉണ്ട്, ഓക്കെ,
പിന്നെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ആൾക്കാർ ഇങ്ങോട്ട് തന്നെ അറിയും അടുത്ത ബിഗ് ബോസിൽ നിങ്ങൾ ബിഗ് ബോസ് അതൊന്നും ആയിട്ടില്ല നമ്മൾ ഇവിടെ തുടങ്ങുന്നത്ര ഞാൻ ഇവളും തന്നെ പറയും ബിഗ് ബോസ് ഓക്കെ ആണ് ഇവൾക്ക് സിനിമയിൽ ഇവള് പറയും എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റൂല കാരണം അറിയില്ല ഇപ്പൊ എനിക്കും അറിയില്ല അതായത് നമുക്കും ആഗ്രഹമെല്ലാം ഉണ്ട് പക്ഷേ നമുക്കറിയില്ല നമ്മളെ കാട്ടി എത്രയോ കഴിവുള്ള ആൾക്കാരെല്ലാം ഉണ്ട് അതായത് അതുപോലത്തെ വീഡിയോസ് ഇങ്ങനെ അഭിനയിച്ച വീഡിയോസ് നമ്മളെ അഭിനയമൊന്നുമല്ല നമ്മൾ ജസ്റ്റ് ഒരു ജോക്കടി അത്രയല്ലേ ഉള്ളൂ അപ്പൊ ബിഗ് ബോസ് പറയും ബിഗ് ബോസിൽ വന്നാൽ നല്ല രസമായിരിക്കും കുറെ ആൾക്കാർക്ക് കമന്റ് ഇടും നിങ്ങൾ ബിഗ് ബോസിൽ വന്നാൽ നല്ല രസമായിരിക്കും അങ്ങനെയൊക്കെ പറയാം അതായത് നമ്മുടെ മറ്റേ ഈ വീഡിയോ ഇല്ലേ നമ്മള് ചീത്ത വിളിക്കുന്ന പറഞ്ഞു ക്രിക്കറ്റ് കളിക്കാരുടെ പേര് പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ വന്നിട്ട് നിങ്ങൾ ബിഗ് ബോസിലോ നല്ല രസമായിരിക്കും ബീപ് സൗണ്ട് ആയിരിക്കും ഫുള്ള് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ആഗ്രഹം ഉണ്ട് അല്ലാണ്ട് സിനിമ ആഗ്രഹമില്ലായിട്ടല്ല ആഗ്രഹം എല്ലാവർക്കും സിനിമയിൽ ആഗ്രഹം ഉണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അഭിനയിക്കും അല്ലാണ്ട് ഞാനൊരു ടേക്ക് എടുക്കണമെങ്കിൽ ഞാൻ അതെ കൊറേ എടുക്കേണ്ടി വരും ടൈം എടുക്കും അതായത് ഇവർക്ക് ഇപ്പൊ ഒരു ഹലോ നമസ്കാരം എന്ന് പറയണമെങ്കിൽ ഇവൾക്ക് ഒരു 10 ടേക്ക് എടുക്കണം ഹലോ നമസ്കാരം എന്നെല്ലാം പറയും ഇവള് അത് ഫുള്ള് തെറ്റും അക്ഷരം തെറ്റും ഞാൻ ഇവളെ AJP എന്ന് വിളിക്കുന്നത് ഒരു ഡയലോഗ് 1000 തെറ്റും ഇവിടെ പറയും ഞാൻ APJ ഞാൻ പറയും APJ അല്ല അത് വേറെ AJP ഇവള് ആരോട് വന്ന് പറയാ എനിക്ക് ഫുള്ള് ടേക്ക് തരും ഞാൻ APJ ഞാൻ പറയും APJ അത് വേറെ ആള് ഇത് AJP ഇവള് അന്നൊരാള് പറയുന്ന ആള് വെച്ച് എന്താ ഇവള് പ്രഗ്നന്റ് ആയ ടൈം കല്യാണം കഴിഞ്ഞോ കല്യാണം കഴിഞ്ഞു എത്ര മാസമായി ഇപ്പൊ 7 മാസം അപ്പൊ പ്രഗ്നന്റ് ആയിട്ട് എത്ര മാസമായി ഇപ്പൊ 8 മാസം കല്യാണം കഴിഞ്ഞ് 7 മാസം പ്രഗ്നന്റ് ആയിട്ട് 8 മാസം അതായത് ഇവർക്ക് ഫുള്ള് അക്ഷരം തെറ്റാ അതായത് ഫുള്ള് തെറ്റും അപ്പുറം ഇപ്പുറം മാറിപ്പോവും അന്ന് ഒരു ട്രിപ്പ് പോയതാ സ്ട്രേഞ്ചർ ട്രിപ്പ് പോയപ്പോ ആള് വെച്ച് എത്ര മാസമായി കല്യാണം കഴിഞ്ഞിട്ട് അത് 7 മാസം പ്രഗ്നന്റ് ആയിട്ട് എത്ര മാസമായി 8 മാസം 8 മാസം പ്രഗ്നന്റ് ഇതെന്ത് പരിപാടി എന്ന് വെച്ച് അങ്ങനെയൊക്കെ എന്തെങ്കിലും വേണ്ടി ഇവിടെ വായി തെറ്റിക്കാൻ എന്തൊക്കെയോ മാറും അതുകൊണ്ട് ഇവള് പബ്ലിക്കിൽ അധികം സംസാരിക്കൂല നമ്മൾ പിന്നെ വീഡിയോ ഇടുന്നായിരുന്നു എന്തുകൊണ്ട് സാധനം അധികം പബ്ലിക്കിൽ സംസാരിക്കാത്ത ഇവിടെ സംസാരിച്ച പ്രശ്നം വാ തുറന്ന അടി പേഴ്സണായിട്ട് ഇപ്പോ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ കൂടിയാണ് നിങ്ങളുടെ ലൈഫില് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പുതിയ അതിഥി കൂടി ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു അത് ഭയങ്കര വലിയൊരു കാര്യമാണ് പക്ഷെ കണ്ടാൽ നിങ്ങൾക്ക് അച്ഛനമ്മയും ആവാൻ പ്രായമായെന്ന് തോന്നുന്നില്ല എന്താണ് ഇപ്പത്തെ നിലവിലെ അവസ്ഥ എന്താണ് കുട്ടിയെ പറ്റി ഒന്ന് സംസാരിക്കാമോ കുട്ടിയെ പറ്റി ഇവരുടെ ആദ്യത്തെ ഒരു ബിഗ്ഗസ്റ്റ് റിവീലാണ് ഇവര് ഒരു ഓൺലൈൻ മാധ്യമത്തിന് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെന്റ് നമ്മുടെ മൂവി വേൾഡ് മീഡിയയിലൂടെ ആവുന്നതിൽ വലിയ സന്തോഷമുണ്ട് സന ആദിൽ കപ്പിളിന് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട് ഒരു ആൺകുട്ടിയല്ലേ ആൺകുട്ടി യെസ് അപ്പൊ എന്താണ് കുട്ടിയുടെ ഇപ്പോഴത്തെ കറന്റ് സ്റ്റാറ്റസ് കുട്ടി ജനിച്ചിട്ട് ഇപ്പൊ 6 ദിവസം ആള് പെർഫെക്റ്റ് ആണ് ഓക്കെ ആണ് എന്നെ പോലെയാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഇവളെ പോലെ ഇവളെ പോലെയല്ല അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എല്ലാം കൊണ്ട് ഓക്കെയാണ് ഈ കുട്ടി ഉണ്ടാവുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇവിടെ പറയാം കുഴപ്പമില്ല അതായത് ഒരു പെൺകുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ശുശ്രൂഷയും അതും ഇതൊക്കെ കിട്ടുന്നു ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നു പക്ഷെ അതിന് കാരണഭൂതനാവുന്ന പുരുഷന് ഒന്നും കിട്ടുന്നില്ല ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് അതെ ഇപ്പോ ഒരാള് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അവരെ വന്നിട്ട് പ്രഗ്നന്റ് ആണല്ലേ അടിപൊളി അടിപൊളി കൊള്ളാം സൂപ്പറാണ് ഇത് കാരണം ആരും നമ്മളൊന്നും വന്നിച്ച് കൊള്ളാം അതിന് അങ്ങനെ സംസാരത്തിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഇവളെ എല്ലാരും കാണാൻ വരുന്നു എല്ലാരും ഇവളെ ഭയങ്കര കെയറിങ് അവരുടെ എന്നെ വന്നൊന്നും ചെയ്യാം അതങ്ങനെ ഒരു കണ്ടന്റ് ആക്കിയതാണ് അപ്പൊ നമുക്ക് എന്തായാലും ഇനി ആ കുട്ടിയെ കൂടി ഒന്ന് കാണാം യെസ് ഓ നൈസ് ഞാനെടുത്ത കാര്യം ഇവനല്ലേ നിങ്ങളുടെ ഭാവിയാണ് കയ്യിലിരിക്കുന്നത് യെസ് ഫ്യൂച്ചറാണ് ജനിച്ച പാടി ഇവളെ പോലെ ആയിരുന്നു ചിരിയൊക്കെയുണ്ട് ചെറുതായിട്ട് ഇത്രയും പെട്ടെന്ന് ഒരാൾ വരും എന്നൊക്കെ വിചാരിച്ചോ ഇല്ല നമ്മള് 9 ദിവസം പറഞ്ഞല്ലോ വെയിറ്റിംഗ് ആയിരുന്നു അതല്ല ജീവിതത്തിൽ ഇത്രയും പെട്ടെന്ന് ഒരു കുട്ടി വേണം അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അല്ല അങ്ങനെ അല്ല നമ്മള് കല്യാണമൊക്കെ കഴിഞ്ഞു അപ്പൊ പിന്നെ ഇങ്ങനെ അറിഞ്ഞു അപ്പൊ പിന്നെ നമ്മള് ഓക്കെ കുഴപ്പമില്ല വന്നോട്ടെ കുഴപ്പമൊന്നുമില്ല നമ്മളെ വണ്ടിയിൽ സ്പേസ് ഉണ്ട് ഒരാൾക്ക് കൂടി ചിരിക്കുന്നത് കണ്ണൊക്കെ തുറന്നു ഇപ്പൊ അച്ഛനമ്മയൊക്കെ ആയല്ലോ അപ്പൊ ഉത്തരവാദിത്തം കൂടി അപ്പൊ ഈ ഭാവിയിൽ കുട്ടി നമ്മളെ ചോദ്യം ചെയ്യോ ഈ കണ്ടന്റിന്റെ പേരില് അങ്ങനത്തെ ചിന്തകളൊക്കെ വരുന്നുണ്ടോ അതൊക്കെ നമ്മള് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് അവനെ നമ്മുടെ രീതിയിൽ വളർത്തണമെന്ന്
നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തതാണ്. അതെങ്ങനെ ചെയ്യുന്നു നിങ്ങള്? അത് എങ്ങനെ ചെയ്യുന്ന ചോദിച്ചാൽ അങ്ങനെ പറയാം. അതൊക്കെ അങ്ങനെയാണ്. എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ് കൊച്ചിനെ കാണിക്കാതിരിക്കോ? ഇല്ല, അങ്ങനൊന്നുമില്ല. ഇവന് എന്തായാലും ചെറുതിൽ നമ്മള് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കൂല. അതായത് കുറെ ആൾക്കാർ വന്ന് കമന്റ് ഇടുന്നുണ്ട്, കുട്ടികളൊക്കെ കാണുന്നതാണ്, അപ്പൊ നിങ്ങള് ഇങ്ങനൊന്നും ചെയ്യല്ലേ എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കല്ലേ. കാരണം കുട്ടികൾക്ക് ഇൻസ്റ്റാഗ്രാം കൊടുക്കല്ലേ. നമ്മൾ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലുള്ളത്, വേറെയും കുറെ വീഡിയോസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അതിന് ഫോണേ കൊടുക്കരുത്. കുട്ടികൾ മോശമാകരുതെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഫോണേ കൊടുക്കരുത്. കാരണം ഇൻസ്റ്റാഗ്രാം മാത്രമല്ല ഈ ഫോണില് കുട്ടികളെ വഴി തെറ്റിക്കുന്നത്, വേറെയും കുറെ പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോ നമ്മളെ വീഡിയോ കണ്ടിട്ട് മോശമാവെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളെ അത്രയും സത്യം അങ്ങനെയല്ല. നമ്മളെ വീഡിയോസ് കണ്ട് മോശമാവുന്നതാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന കോമഡീസ് അധികം സിനിമകളിലും നമ്മുടേതായ ഒരു സ്റ്റൈല് കോമഡീസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവര് ഈ പറയുന്നവർക്ക് സിനിമ നിരോധിക്കാൻ വേണ്ടിയിട്ട് പോവോ? നമ്മളെ വീഡിയോ ചെയ്യരുതെന്ന് പറയുന്നു. അപ്പൊ ഈ സിനിമയിൽ വരുന്ന കോമഡീസ് ഇവർ എന്ത് ചെയ്യും? തിയേറ്ററിൽ പോയിട്ട് പറയും ഇങ്ങനെയുള്ള കോമഡീസ് പറയരുത് എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് അപ്പൊ കുട്ടികൾക്ക് അവരെ കുട്ടികൾ മോശമായിരുന്നു, അവരെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുത്. ഈ ഇൻസ്റ്റാഗ്രാം മാത്രമല്ലല്ലോ, ഇൻസ്റ്റാഗ്രാം തന്നെ പല രീതിയിലും വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതായത് എന്താ പറയുക, ഇപ്പൊ ഹാഫ് നേക്കഡ് ആയിട്ട് വീഡിയോസ് ഉണ്ട്. അപ്പോ അത് കണ്ട് മോശമാകാത്ത കുട്ടികൾ നമ്മളെ വീഡിയോസ് കണ്ട് മോശമാകുമെങ്കിൽ അത് നമ്മളെ പ്രശ്നമല്ല, അത് അവരുടെ കുട്ടികളുടെ പ്രശ്നമാണ്. ഒരു ഉത്തരവ് അടുക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? ആദ്യം നമ്മള് പറയാൻ വേണ്ടിട്ട് സെറ്റാക്കി വെച്ചതാണ് അത്. കാരണം കുറെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കുട്ടികളൊക്കെ വീഡിയോ കാണുന്നത് നിങ്ങളെ ഇങ്ങനെയാണ്, ആ കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുത്, നിങ്ങൾ യൂട്യൂബ് കൊടുത്ത് കിഡ്സ് മോഡ് ഓൺ ആക്കിയിട്ട് ഇങ്ങനെ കൊടുക്കല്ലേ. കാരണം നമ്മളെ വീഡിയോസ് മാത്രമല്ല, കുട്ടികൾ മോശമാകുന്നതിന് നമ്മൾ മാത്രമല്ല കാരണക്കാർ. മനസ്സിലായില്ലേ? വേറെയും കുറെ ആൾക്കാരുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, വേറെയും കുറെ വീഡിയോസ് ചെയ്യുന്നവരുണ്ട്. ഫോണ് തന്നെ വേറെയും കുറെ പരിപാടികളുണ്ട്. അപ്പോൾ കുട്ടികൾ ഇതൊക്കെ പോകും. അവിടെ നിങ്ങൾ അങ്ങനെ ഫോൺ കൊടുക്കരുത് കുട്ടികൾക്ക്. വേറെ കിഡ്സ് മോഡ് ഓൺ ആക്കിയിട്ട് വേണമെങ്കിൽ കൊടുത്തോ, അവർ അതിൽ കണ്ടോട്ടെ. എന്താ വെച്ചാൽ കുട്ടികളാണെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ ഇന്റർവ്യൂവിന്റെ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞതിന്റെ കുറച്ചും കൂടി ഒരു പ്രോ വേർഷൻ കമന്റ് കൂടി വരും. അതായത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നീ ഒരു പെൺകുട്ടിയല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ പാടുള്ളൂ, ഇനി മാറിയിട്ട് നീ ഒരു കുട്ടിയുടെ അമ്മയല്ലേ, അപ്പൊ അതിനെങ്ങനെ പ്രതിരോധിക്കും? അത് ഞാനില്ല ഇപ്പം പ്രതികരിക്കും. ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചില്ല, നേരത്തെ സെറ്റാക്കി വെച്ചതായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാല് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മറുപടി ഇല്ല. അപ്പൊ നമ്മള് ആ സമയത്ത് എന്താന്ന് നോക്കാം, അന്നേരം എന്താ വെച്ചാൽ ചെയ്യാം. അല്ല, നമ്മുടെ നാടിനൊരു സംസ്കാരമുണ്ട്, നമ്മുടെ നാടിനൊരു തനിമയുണ്ട്, അങ്ങനെ നിങ്ങൾ പെരുമാറണ്ടേ, ഇതൊക്കെ മറ്റേ പാശ്ചാത്യ സംസ്കാരത്തിൽ ഓക്കെയാണ് ഇങ്ങനത്തെ ഡാർക്ക് ഹ്യൂമർ, നമുക്കൊന്നും പറ്റത്തില്ല, അങ്ങനത്തെ പറയുന്ന ആളുകളോടൊക്കെ എന്ത് പറയും? അങ്ങനെ പറയുന്നവര് അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ വീഡിയോ ബ്ലോക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മളെ സ്കിപ്പ് ചെയ്താൽ മതി. കാരണം നമ്മള് കേരളത്തിൽ അവർ മാത്രമല്ലല്ലോ ജീവിക്കുന്നത്, വേറെയും കുറെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് നമ്മളെ വീഡിയോസ് വേണം, നമ്മളെ വീഡിയോസ് വേണമെന്നവർക്ക് നമ്മൾ വീഡിയോസ് ചെയ്ത് കൊടുക്കും. അപ്പൊ അവരവരുടെ അഭിപ്രായം പറയുന്നു, അവർക്ക് പറ്റത്തില്ല, ഓക്കെ കുഴപ്പമില്ല, നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നവരാണ്, നമ്മളിങ്ങനെ ചെയ്യും, ഇനിയും നമ്മളെ ഓഡിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മുടെ ഓഡിയൻസ് വേണം വീഡിയോസ്. അവർ നമ്മളിപ്പോൾ 2 ദിവസം വീഡിയോസ് ഇടാൻ നമുക്ക് മെസ്സേജ് അയക്കും, ബ്രോ വീഡിയോ കാണുന്നില്ലല്ലോ, അപ്പൊ നമുക്ക് അവർക്ക് വേണ്ടി വീഡിയോ ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഒന്നുകിൽ നമ്മളെ ബ്ലോക്ക് ആക്കിയാൽ മതി, അവരെ കുട്ടികളെ ഫോണിൽ നിന്നെങ്കിലും അവരെ ഫോണിൽ നിന്നെങ്കിലും നമ്മൾ ബ്ലോക്ക് ആക്കിയാൽ മതി. ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ബ്ലോക്ക് ആക്കേണ്ടത്, അങ്ങനെ ചെയ്താൽ മതി. കാരണം ഇപ്പൊ നമ്മളിപ്പോ വീഡിയോ ചെയ്ത് നിർത്തലെന്ന് പറഞ്ഞാൽ ഇപ്പൊ അവർക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇവരെ നമ്മളെ രണ്ടു ഭാഗം നോക്കണ്ടേ. അതെ. പക്ഷെ നമ്മൾ പണ്ടത്തെ കുറെ കണ്ടന്റ്സ് മാറി. അതെ മാറി. മുമ്പ് നമ്മൾ ഇങ്ങനെയൊന്നല്ല, ഇതിലും അതായത് ഞാൻ ഡാർക്ക് ആയിരുന്നു നമ്മൾ ഇടുന്ന കോണ്ടന്റ്സ്. അപ്പോൾ നമ്മളിപ്പോൾ മാറി കുറെയൊക്കെ. ഇപ്പൊ നമ്മൾ ഓരോ ഡിബേറ്റ്, ബോയ്സ് vs ഗേൾസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ പിടിച്ചു തുടങ്ങി. ഇനി നെക്സ്റ്റ് എന്താണെന്ന് അറിയില്ല. നമ്മളിപ്പോ കറന്റ് ഇതാണ് നമ്മളിപ്പോ അതൊക്കെ വരും, ഇനി അതൊക്കെ വരും. സാധാരണ ഈ അച്ഛൻ അല്ലെങ്കിൽ ഫാദർഹുഡ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഉത്തരവാദിത്തമുള്ള പക്വതയുള്ള ഒരാളാവണം, അങ്ങനെയൊക്കെയാണല്ലോ പറയാ. ഇനി മുതൽ നീ ഒരു അച്ഛനാണ്, അങ്ങനെയൊക്കെയാണല്ലോ പറയാ. അപ്പോൾ ആളുകൾ വന്നിട്ട് ഇങ്ങനെ പറയോ, അതിലെ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണം, കുറച്ചുകൂടി പക്വത കാണിക്കണം, സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴൊക്കെ, അങ്ങനെ ഒന്ന് ഉപദേശിക്കുന്നവരുണ്ടോ? പക്വത വരാൻ വേണ്ടി ഇപ്പോ എനിക്ക് തോന്നുന്നു താടി മീശ വരണം, അത് വരൂല. താടി മീശ വന്നിട്ടാണെങ്കിൽ പക്വതെങ്കിൽ അത് വരൂല. പിന്നെ വെച്ച് കഴിഞ്ഞാല് ഞാൻ അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ടൊന്നുമില്ല. ഞാൻ അച്ഛനായി, ഇനി ഞാൻ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം. ഞങ്ങൾക്കൊരു പുതിയൊരു ഫ്രണ്ടിനെ കിട്ടി, നമ്മളതാണ് മൈൻഡ് കൊടുത്തത്. ഇപ്പൊ ഞാനിവിടെ ഫ്രണ്ട്സ് ആണ്, ആ ഒരു മൈൻഡ് സെറ്റ് ആണ്. അതുപോലെ നമുക്ക് പുതിയൊരു ഫ്രണ്ടിനെ കിട്ടി നമ്മുടെ സർക്കിളിൽ. നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് നമ്മള് ഒരു ഉത്തരവാദിത്തമുള്ള അച്ഛനാണ് അതൊക്കെ നമ്മള് ഇപ്പൊ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നൊക്കെ ചെയ്യും, നമ്മളെ കൊണ്ട് പറ്റുന്നൊക്കെ. അതെന്താ പറയാ, നമ്മളെ അതിന് കണക്കായിട്ടുള്ള കൺട്രോൾ ചെയ്യും എന്തായാലും, അങ്ങനെ കൊണ്ടുപോയി. അല്ലാണ്ട് നമ്മൾ ഭയങ്കര ഉത്തരവാദിത്തമുള്ള ആളാണ് അത് സാധനമൊന്നുമില്ല. അതെ, ഞാൻ നേരത്തെ സംസാരിച്ചപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഇദ്ദേഹം ബ്രസീൽ ഫാനും നിങ്ങൾ അർജന്റീന ഫാനും. അപ്പൊ നിങ്ങൾ തമ്മിൽ 2022 സമയത്ത് ആ ഫൈനലിന്റെ സമയത്തൊക്കെ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്ക് വേറും കളിയായിരുന്നു. പിന്നെ ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടാണ് കളി കാണാ. ഓരോ ഗോൾ അടിക്കുമ്പോൾ ഞാൻ കണ്ടില്ലേ, ഗോള് കണ്ടില്ലേ പറയുന്നത്.
അതായത് ഇവളാണെങ്കിൽ ബ്രസീൽ നെയ്മറിന്റെ ആളായി, ഇവര് സെമിയിലോ ക്വാർട്ടറിലെങ്ങാനും പുറത്തായി. അപ്പൊ പിന്നെ ഇവളെ എന്നെ കളിയാണ് എന്നെ ഇങ്ങനെ ഡെയിലി വിളിക്കും. അതായത് ഇപ്പൊ പൊട്ടു. അപ്പൊ ഞാൻ അങ്ങനെ അങ്ങോട്ടും ഇല്ല പൊട്ടൂല അങ്ങനെ ചീത്ത അപ്പുറം ചീത്തൊക്കെ വിളിക്കും ആ സമയത്ത്. അവസാനം ഈ മറ്റേ മെസ്സി കപ്പെടുത്ത് പൊക്കിയ മൊമെന്റില് അങ്ങോട്ട് വിളിച്ചു ഇല്ല, കട്ടാക്കി പിന്നെ എടുക്കുന്നില്ല ഫോൺ. ഞാൻ ഉറങ്ങി 2 ദിവസത്തേക്ക് ഫോൺ എടുത്തിട്ടില്ല. എത്ര കൊറേ ഫോട്ടോഗ്രാഫിയില് വാങ്ങിക്കൊടുക്കാനുണ്ട്. ഞാൻ ഒന്നും മേടിച്ചിട്ടില്ല. ഞങ്ങള് അതായത് ബെറ്റാ, അടുത്ത അർജന്റീന കളി ജയിച്ചു കഴിഞ്ഞാൽ ഇന്ന ഫുഡ്, തോറ്റ് കഴിഞ്ഞാൽ ഇന്ന ഫുഡ് നമ്മൾ അപ്പുറം ബെറ്റ് വെക്കും. അപ്പൊ എനിക്ക് ഏകദേശം ഒരു 10-25 ഫുഡ് വാങ്ങി തരാനുണ്ട്. മെസ്സി ഗോൾ അടിച്ച ഫുഡ്, മെസ്സി ഗോൾ അടിച്ചില്ല ഇവക്ക് അങ്ങോട്ട് ഫുഡ്, അങ്ങനെ കുറെ സംഭവം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ പുതിയ അടുത്ത വേൾഡ് കപ്പ് വരുന്നുണ്ട്. നെയ്മറിന്റെ ടീമിൽ എടുത്തിട്ടുണ്ട്. മെസ്സി കളിക്കുന്നില്ലേ? മെസ്സി കളിക്കുന്നുണ്ട്. അപ്പൊ ഈ വട്ടം നിങ്ങള് പോരാട്ടം തന്നെ ആയിരിക്കും അല്ലേ? ഞാൻ മാറി ഞാൻ നിർത്തി. ഞാൻ പറഞ്ഞ ഒന്നുകിൽ കടം കിട്ടണല്ലോ എന്റെ ടീമാണെന്ന്. ഓക്കെ, എന്റെ ടീമാണ്. അങ്ങനെ ടീം മാറി ഇപ്പൊ അർജന്റീനയായി. ഇല്ല, എന്നാലും ചെറിയൊരു ബ്രസീൽ ഉണ്ട്, എന്നോട് പറയുന്നില്ലാന്നേ ഉള്ളൂ. ഉള്ളിലെന്നാലും അർജന്റീന തോക്കുമ്പോ ഒക്കെ ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. എന്നാലും സങ്കടം ഇങ്ങനെ ആക്കുന്ന പോലെ ആക്കിട്ടോ. മറ്റേ ജർമ്മനിയോടൊപ്പം കളിച്ചിട്ട് മറ്റേ 7 ഗോൾ വാങ്ങിച്ച സമയല്ലേ 2014. ആ സമയത്ത് കുട്ടിയായിരിക്കില്ല. അപ്പൊ ഞാൻ ആ സമയത്ത് കാണലുണ്ട് കേട്ടോ. ഞാൻ 2010 മുതലേ കാണലുണ്ട് കളി. അന്ന് ആഘോഷമാക്കിണ്ടാവില്ല നിങ്ങൾ? 7-1 തോറ്റപ്പോ നമ്മളെന്തായാലും ഫൈനലിൽ എത്തിയല്ലോ. ഇവര് പൊട്ടുകയും ചെയ്തു. അപ്പൊ നമുക്ക് ഡബിൾ സന്തോഷം. പിന്നെ രാത്രി 3 മണിക്ക് അങ്ങനെ തോന്നുന്നു ഫൈനൽ ഉണ്ടായത്. പിന്നെ ഒരു 3-4 ദിവസത്തേക്ക് എന്തോ ഒരു മൂകത, കളി മെസ്സി തോറ്റല്ലോ ഒരു ലെവൽ. ഇപ്പൊ ഈ കുട്ടി ഇനിയും നോക്കണം, കളികളൊക്കെ അറിയുന്നത് 12:30-ക്കും 1:30-ക്കും 3:30-ക്കൊക്കെയാണ് ഇനി മാച്ചുകൾ ഫിക്സ് ചെയ്തിട്ടുള്ളതെന്നൊക്കെയാണ് അറിയുന്നത്. ഇപ്പൊ എങ്ങനെ മാച്ച് സ്ലീപ്പ് സൈക്കിൾ മൊത്തം പൊട്ടല്ലേ? ഞാൻ ഇതാക്കി നമ്മൾ ഷിഫ്റ്റ് ചെയ്ത്, അതായത് രാത്രി നൈറ്റ് ഷിഫ്റ്റ് ഞാൻ കുട്ടീനെ നോക്കും, മോർണിംഗ് ഷിഫ്റ്റ് ഇവള് നോക്കിക്കോട്ടെ. അപ്പൊ അതാകുമ്പോൾ എനിക്ക് കളി അവിടെ വെച്ചിട്ട് കുട്ടീനെ നോക്കാലോ. ആ ഒരു പ്ലാനിലേക്ക് മാറി. ഞാൻ രാത്രി ഉറങ്ങൂ, നീ നോക്കോ. പിന്നെ എനിക്ക് ഓർമ്മ വന്ന കളി രാത്രിയാണ്. അപ്പൊ ഓക്കെ, രാത്രി ഞാൻ കുട്ടീനെ നോക്കിക്കോളൂ, നീ രാത്രി ഉറങ്ങിക്കോ, രാവിലെ നീ നോക്കിയാൽ മതി. ഫിഫ വേൾഡ് കപ്പിന് വേണ്ടി അതെ കുട്ടിയെ നോക്കുന്ന പുതിയൊരു സാധനം. ഞാൻ മിന്നാന്നൊരു കളി ഉണ്ടായിരുന്നു രാത്രി. അപ്പൊ കുട്ടി ഉറങ്ങുന്നില്ല, ഞാൻ ഇവക്കാണെങ്കിൽ ഉറക്കം വരുന്നത്. ഞാൻ പറഞ്ഞു നീ ഉറങ്ങിക്കോ, ഞാൻ ഇവിടെ കളിയും വെച്ചിട്ട് ഞാൻ കുട്ടീനെ നോക്കിക്കോളും. അപ്പൊ ആ ഐഡിയ അന്നേരം നമുക്ക് മനസ്സിലാവുന്നു. ഓക്കെ, എന്നാ ഞാൻ രാത്രി ഷിഫ്റ്റ് ഞാൻ മാറ്റി. എന്തൊക്കെയാ മകനെ പറ്റിയുള്ള സ്വപ്നങ്ങള്, അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ ഇന്ന ആളാവണം, ഇന്നതുപോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാം നമ്മള് അവന് വിട്ടുകൊടുക്കും. അതായത് ഇപ്പൊ എനിക്കിപ്പോ മൈൻഡിൽ ഒരു സാധനം ഉണ്ടെന്ന് വെച്ചാൽ ഭയങ്കര നല്ലൊരു ഫാഷൻ ആക്കിയിട്ട് നടത്തിക്കണം എന്നുണ്ട്. അതായത് നമുക്കിപ്പോ വീഡിയോസ് എല്ലാം കാണുമ്പോൾ ഓരോ കുട്ടികൾ മുടിയൊക്കെ വളർത്തി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനത്തെ എല്ലാം ഉണ്ട് നമുക്ക്. പിന്നെ ഫ്യൂച്ചറിൽ എന്താണെന്നുള്ളത് ഓൻ്റെതും കൂടി നോക്കിയിട്ട് സെറ്റ് ആക്കാൻ വിചാരിച്ചു. ഇപ്പോഴേ നമ്മൾ ഇന്നതാവണം എന്നൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ പലപ്പോഴും നിങ്ങളുടെ കോണ്ടന്റ്സിലൊക്കെ തന്നെ കുറച്ച് ഈ ഡ്രഗ്സ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ കോണ്ടന്റ്സ് വരാറുണ്ടല്ലോ. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാക്ക് ഫയർ ചെയ്യോ, അല്ലെങ്കിൽ അത് ആളുകൾക്ക് മനസ്സിലാവാത്തത് വേറെ ആളുകൾ പറഞ്ഞു കൊടുത്തിട്ട് ഇതിന്റെ ഒരു ഉപയോഗമോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു അറിവോ ആളുകൾക്ക് കിട്ടുമോ, അങ്ങനെ ആരെങ്കിലും ഒന്ന് ഉപദേശിച്ചിട്ടുണ്ടോ? ഡ്രഗ്സ് ചെയ്യുന്നതിന് കുറെ ആൾക്കാർ ഉപദേശിച്ചിട്ടുണ്ട്, ഡ്രഗ്സിന്റെ സംഭവം ചെയ്യുന്നത്. അത് ഡ്രഗ്സിന്റെ ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു ട്രോൾസ് ഉണ്ടാവുമല്ലോ, ഓരോ ട്രോൾ മീംസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിൽ ഡയലോഗ്സ് എഴുതിയിട്ട് ക്യാരക്ടേഴ്സിനെ കാണിച്ചിട്ട് ഡയലോഗ്സ് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ അതേപടി പറയും. നമ്മൾ ഡ്രഗ്സിന്റെ ആ സാധനങ്ങൾ ഞങ്ങൾ അത്രേ ഉള്ളൂ. അതിൽ കാണുന്നത് നമ്മൾ ഇവിടെ ഇങ്ങനെ പറയും. പിന്നെ അതിലുള്ള ഓരോ വേർഡ്സ് ഒക്കെ നമ്മൾ ആ സമയത്ത് ഇങ്ങനെ അതിൽ ഓരോ കോഡ് വേർഡ്സ് ഉണ്ടാവുമല്ലോ, ഓരോ ഐറ്റംസിന് ഓരോ കോഡ് വേർഡ്സ് ആയിരിക്കും. അപ്പൊ ആ സാധനത്തിന്റെ ഒരു കോഡ് വേർഡ് ഇട്ടിട്ട് നമ്മൾ ആ കോഡ് വേർഡിലേക്ക് എത്തിക്കണം നമ്മളെ കണ്ടന്റ്. ആ കോഡ് വേർഡ് ആണ് ലാസ്റ്റത്തെ ഹൈലൈറ്റ്. അപ്പൊ ആ ഒരു കോഡ് വേർഡ് നമുക്ക് കമന്റ് ബോക്സിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ വേർഡ് എടുത്ത് എത്തിക്കണം, കല്ലെത്തിക്കണം. അതായത് ഇപ്പോ ഒരു സാധനം വന്നാല് കല്ലെടുത്തിട്ട് പോകുന്നുണ്ടിരുന്നു, ഏത് ചെങ്കല്ലോ അല്ല മറ്റേ കല്ല്, ആ സാധനം എത്തിക്കണം. അത്രേ ഉള്ളൂ. ഒരു കല്ല് എന്നുള്ള വേർഡ് കിട്ടിയാൽ മതി, നമ്മളെ ബാക്കി നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അത്രേ ഉള്ളൂ. ഈ നിങ്ങളെ ഇപ്പൊ എന്താ പറയാ, നിങ്ങൾ ഭയങ്കര റീൽസിലൊക്കെ ഭയങ്കര അടിപൊളിയാന്ന് വെച്ചിട്ടേ നിങ്ങൾ ഭയങ്കര സംഭവമാണ്, ഭയങ്കര പെർഫോമൻസ് ആണെന്നൊക്കെ വെച്ചിട്ട് ആളുകളുടെ പരിപാടിക്ക് അങ്ങനെ ഉദ്ഘാടനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ഷണിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഉദ്ഘാടനത്തിലൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ വയനാട് ട്രിപ്പൊക്കെ പോയി ബാഗും പൊടിയും മൊത്തത്തില് അലമ്പായിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഉദ്ഘാടനമാണ്, അവിടെ എത്തണം, നമുക്ക് അത്രേ ഉള്ളൂ, നമ്മുടെ കൂടെ അത്രേ ഉള്ളൂ. അവിടെ ഉദ്ഘാടനത്തിന് പോകണം, ജസ്റ്റ് 2 വീഡിയോ എടുക്കണം, വരണം. നമ്മളവിടെ പോകുമ്പോ എല്ലാവരും നല്ല കുളിച്ച് സുന്ദര കുട്ടപ്പന്മാരായി നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നമ്മൾ പോകുന്നതാണെങ്കിൽ ഇവിടുന്ന് കാട് കയറി ആ ഒരു ലെവലിലാണ് നമ്മൾ പോയത്. അപ്പൊ നമുക്ക് അന്ന് മനസ്സിലായി, ഓക്കെ നമ്മൾ ഇങ്ങനെയല്ല പോകേണ്ടത്, കുറച്ചും കൂടി നല്ല ഇതിൽ പോകണമായിരുന്നു. അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇനി മറ്റേ പെർഫെക്റ്റ് കപ്പിൾ അങ്ങനത്തെ റീലുകളുണ്ടല്ലോ, അതായത് നിങ്ങൾ വെക്കേഷന് പോകുന്നു, മാച്ചിങ് ഡ്രസ് ഇട്ട് നടക്കുന്നു, അങ്ങനത്തെ റീലുകളൊക്കെ പ്രതീക്ഷിക്കാവോ?
ഓ പ്രതീക്ഷിക്കാം. നമ്മള് അങ്ങനെ ഒരു ചിന്തിക്കുന്നുണ്ട്. അത്യാവശ്യം നമ്മൾ ട്രിപ്പൊക്കെ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ട്രിപ്പുകൾ നമ്മൾ വെറും ട്രിപ്പ് തന്നെയാണ് നമ്മൾ മൈൻഡിലുള്ളത്. അപ്പോൾ നമ്മൾ അതേപോലെ ഇനിയും വീഡിയോസ് വരും. നമ്മൾ അത്യാവശ്യം ഞാൻ ഇവർക്ക് കൊടുക്കലുണ്ട്. അതായത് നമുക്ക് അത് കൂടുതൽ പുറത്ത് പോയിട്ട് എടുക്കേണ്ട വീഡിയോസാ ഇങ്ങനത്തതൊക്കെ. അപ്പൊ നമുക്ക് അങ്ങനെ പോകാൻ സമയമില്ല. ഒന്നാമത് ഈ ഒരു പ്രഗ്നൻസി ആയതുകൊണ്ട് സമയം കിട്ടിയില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മൾ തായ്ലാൻഡ് പോയ സമയത്ത് അങ്ങനത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് തായ്ലാൻഡ് വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള്. ഒരു 4 വീഡിയോസ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. നല്ല റീച്ച് ആയിരുന്നു, മില്യൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് പറ്റും. പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് പറ്റൂലല്ലോ, പുറത്ത് പോകണമല്ലോ. ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് നമ്മള്. അതായത് ഏകദേശം ഒരു നല്ലൊരു 8 മാസം നമ്മൾ പ്രസവിക്കുന്ന തലേ ദിവസം വരെ നമ്മള് നാട്ടിലില്ല. നമ്മള് തളിപ്പറമ്പ് വെറുതെ കാർ എടുത്തിട്ട് പോയതാ. അതായത് ഇവള് പ്രസവിക്കുന്നതിന്റെ തലേ ദിവസം. അപ്പൊ ആൾക്ക് ഓക്കെയാണ്. അപ്പൊ പിന്നെ എനിക്ക് കുഴപ്പമില്ല. ഇത് ഓരോ ആൾക്കാർ പറയും 7 മാസം 6 മാസം ആയിക്കാൻ പിന്നെ പുറത്തിറങ്ങരുത്, അങ്ങനെ കുറെ സംഭവം ഉണ്ട്. പക്ഷെ ഇവക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ പറഞ്ഞാൽ നമുക്ക് പോവാം, വീട്ടിലിരുന്നിട്ട് മടുക്കുന്നു. 4 മാസം ട്രക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു 4 മാസം. അത് അറിഞ്ഞിട്ട് തന്നെ ഓവറായിട്ട് ഇത് ഉണ്ടാവില്ല എന്ന് അവർ പറഞ്ഞു. അപ്പൊ എന്നാലും നമുക്ക് റിസ്ക് എടുക്കണം. ഇവിടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഓക്കെയാണ്, എനിക്ക് സെറ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ എന്നാ ചെയ്യാം, നിനക്ക് ഓക്കെ ആണെങ്കിൽ ചെയ്യാം നമുക്ക്. അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. കുട്ടി 4 മാസം ഉള്ളപ്പോൾ ട്രക്കിങ്ങിന് അത് ക്യാമ്പിന് പോയതായിരുന്നു. ഇവള് പറയുന്നത് എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്നതിനാൽ എന്റെ മൈൻഡ് ഓക്കെ ആവൂല, കരയും. അതായത് ഒരു ഡിപ്രസ്ഡ് ആവും മൊത്തത്തില്. എനിക്ക് പുറത്തിറങ്ങി ഇങ്ങനെ ട്രാവൽ ചെയ്യണം എന്നാലേ ഓക്കെ. അപ്പൊ ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ. ഇവിടെ നമുക്ക് വയനാട് പോയാലും ഓക്കെ വയനാട് പോകും. രാത്രി 2 മണിക്കൊക്കെ പറയും നമുക്ക് വയനാട് പോയാലും ഇവിടുന്ന് അങ്ങോട്ട്. പുതിയ കാലത്ത് അമ്മമാരൊക്കെ ഒരുപാട് മാറി. ഇപ്പൊ ബൂം ബാങ്കിന്റെ വൈഫൊക്കെ മറ്റേ ജിമ്മിൽ വെയിറ്റ് ട്രെയിനിങ് എടുക്കുന്നു, സ്ട്രെങ്ത് ട്രെയിനിങ് എടുക്കുന്നു, വെയിറ്റ്സ് എടുക്കുന്നു. എന്നിട്ട് ഒരു സുഖപ്രസവമായിരുന്നു, 2 ഇരട്ട കുട്ടികൾ. അപ്പം ലൈഫും കാര്യങ്ങളൊക്കെ മാറിപ്പോകും. ഈ എന്തൊക്കെ എത്ര കാലം മാറിയാലും ഈ ലേബർ മുറിയുടെ മുമ്പിലുള്ള ടെൻഷൻ അടി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തില്ല, സത്യം. ഞാനിങ്ങനെ സിനിമയിലൊക്കെ കാണുമ്പോൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? പ്രസവിക്കുന്നത് എത്രയോ ആൾക്കാർ പ്രസവിക്കുന്നുണ്ട്, പോയിട്ട് പ്രസവിച്ചിട്ട് വരൂലേ. അങ്ങനെ ഭർത്താവ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ, അവർ പോയിട്ട് വരും. അപ്പോൾ ഈ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലായി, ഇത് വെറുതെ അല്ല ഇവർ ടെൻഷൻ അടിക്കുന്നത്, ടെൻഷൻ ആവും. ഒന്നാമത് ഇവളെന്നെ അകത്ത് കയറ്റി കണ്ടു. ഞാൻ കണ്ടു എന്റെ കണ്ണോട്. അയ്യോ ഞാനും 2 ചീത്ത വിളിച്ചു. മറ്റേ നേരത്തെ പറഞ്ഞാളാ, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, പ്രസവാണെന്ന് പറഞ്ഞാൽ ഞാൻ 2 ചീത്ത വിളിച്ചു. ഇവൻ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. കാരണം ഇത് എത്ര ബുദ്ധിമുട്ടുള്ള സംഭവം എന്നറിയോ. അതായത് എന്തോ നമുക്ക് തന്നെ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ ചിലപ്പോൾ ബോധം കെട്ട് വീണു. ആ ഒരു സ്മെല്ലും ആ ഒരു കത്രികയും കാര്യങ്ങളൊക്കെ കാണും, നമുക്ക് തന്നെ ബോധം കിട്ടും. അപ്പൊ ഞാൻ ഇവരെങ്ങനെയാ ഇത് ഇത്ര ധൈര്യം പെണ്ണുങ്ങൾക്ക് മാത്രമേ കിട്ടൂ, ആമ്പിളർക്ക് ധൈര്യം കിട്ടൂല. പ്രസവമൊക്കെ സ്ത്രീകൾ എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യമാണെന്ന് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞ റൂമിലെത്തിയിട്ട് ഫസ്റ്റ് ചീത്ത വിളിച്ച ആളെ ഞാൻ ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യും, എനിക്കെതിരെ ഇപ്പൊ വീഡിയോ ചെയ്യുന്ന പറഞ്ഞത്. പ്രസവം സുഖം, പ്രസവം ഭയങ്കര എൻജോയബിൾ ആണെന്ന് പറഞ്ഞ എൻജോയബിൾ ഒന്നല്ല. നിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞത് എന്താണ്? നിന്റെ പ്രസവം എങ്ങനെയാണ്? 8 മണിക്കൂറോളം ഉണ്ടായിരുന്നു ലേബർ റൂമിന്റെ ഉള്ളിൽ. നല്ല പെയിൻ ഉണ്ടായിരുന്നു. കുട്ടി താഴേക്ക് വരുന്നില്ല. അവർ പറഞ്ഞ ഡേറ്റും ആയി, കുട്ടിയാണെങ്കിൽ താഴേക്ക് വരുന്നില്ല. അപ്പൊ അവര് 8 മണിക്കൂർ വെയിറ്റ് ചെയ്തു. നല്ല ഹോസ്പിറ്റലായിരുന്നു കേട്ടോ, നല്ല ഹോസ്പിറ്റൽ. അതുകൊണ്ട് സ്മൂത്ത് ആയിട്ടുള്ള നല്ല ഡോക്ടറും. സുഖപ്രസവമായിരുന്നു. അതാ ഞാൻ പറഞ്ഞ ട്രാവലിൽ എന്ത് ചെയ്തിട്ടോ എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല. കുറെ ആൾക്കാർ അതുണ്ട് ഇതുണ്ട്, നിനക്ക് അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും, മറ്റേതുണ്ടാവും. കുറെ ആൾക്കാർ ഭയങ്കര അയ്യോ നമ്മളെ വീഡിയോ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ ഈ പ്രസവ സമയത്ത് ട്രാവൽ ചെയ്യുന്നതിനായിരുന്നു ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. നമ്മളെ വെറുതെ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോ ഇവള് എന്നേരം പറയും എനിക്ക് സുഖപ്രസവം ചെയ്ത് കാണിച്ചു കൊടുക്കണം, എന്നിട്ട് എനിക്ക് മറുപടി കൊടുക്കണം. വായ കൊണ്ട് മറുപടി ഇല്ല, പ്രസവിച്ച മറുപടി. ഇവർക്കൊന്നും മറുപടി വാവണ്ടല്ലോ. ഇവളെന്തേ പറയും. ഓക്കെ, അവസാനം ആ മറുപടി ഒരു നല്ല പര്യവസാനത്തിലെത്തിയിരിക്കുന്നു. പേരെന്താ ആലോചിച്ചിട്ടുണ്ടോ? പേര് നമ്മൾ ആലോചിച്ചിട്ടില്ല. നമ്മളിങ്ങനെ 10-20 പേരുകളുണ്ട് മനസ്സിൽ. അപ്പൊ 10-20 പേരുണ്ട് മനസ്സിൽ. നിങ്ങളുടെ കുറെ റീലുകൾ ഉണ്ടല്ലോ, അച്ഛന്റെ ആദ്യം അമ്മയുടെ അവസാനം എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് പേര് തിരിച്ചിടല്, ഈ കുട്ടിയുടെ പേരിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അങ്ങനെയൊക്കെ വന്ന് കമന്റ് ചെയ്യില്ലേ? അത് അങ്ങനെ നോക്കി പേരിടണം. അതാ നമ്മൾ ഇപ്പൊ ആലോചിക്കുന്നത്. മാനവ് എന്നൊക്കെ പേര് നോക്കി. മാനവ് എന്നുള്ള പേര് തിരിച്ചിടുന്നതുമായി ബന്ധപ്പെട്ട് ഇവർക്കൊരു കോമഡി ഉണ്ട്. ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോയി ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്തായാലും നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് അത് പുറമേ ആളുകൾക്ക് ചിലപ്പോൾ അത് ഡേർട്ടി ആണെന്നോ അല്ലെങ്കിൽ നോട്ടിയാണെന്നൊക്കെ പറയാൻ തോന്നുമായിരിക്കും. പക്ഷെ അത് ഒരു വലിയ സംഖ്യം ആളുകൾക്ക് അത് എന്റർടൈനിങ് ആണ്. ആളുകൾക്ക് അവരുടെ അഭിപ്രായമാണ്, മോശം പറയുന്നത് അവരുടെ അഭിപ്രായമാണ് അവർ പറയുന്നത്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതെ, അവരുടെ അഭിപ്രായം. നല്ലത് പറയുന്നവരോട് നല്ലത്, നല്ലത് പറയുന്നത് കേൾക്കുക. ഇനിയും അങ്ങനത്തെ എന്റർടൈനിങ് ആയിട്ട് റീൽസ് ഉണ്ടാക്കാൻ സാധിക്കട്ടെ. നല്ല അച്ഛനും അമ്മയായിട്ട് ഇനിയും തുടരാൻ സാധിക്കട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു.